തിരുവനന്തപുരം തിരുമലയിലെ 10.5 ഏക്കറിൽ 1946-ൽ NJ നായർ എന്ന വ്യവസായിയാണ് സ്പിന്നിംഗ് മിൽ ആരംഭിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ളവരായിരുന്നു ആദ്യകാലത്ത് മില്ലിലെ ജോലിക്കാർ. 1960-ൽ വിജയമോഹിനി ഗ്രൂപ്പിന് മില്ല് കൈമാറി. വിജയമോഹിനി മിൽ പേരുപോലെ തന്നെ മനോഹരമായിരുന്നു ഇവിടം. 700ഓളം തൊഴിലാളികൾ, മാസം തോറും 2.5 ലക്ഷം കിലോ നൂലുൽപാദനം. പക്ഷേ കോവിഡ് എന്ന മഹാമാരി എല്ലാം കീഴ്മേൽ മറിച്ചു. ബസ്സിൽ കയറിയ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വിജയമോഹിനി മില്ല് നടയിൽ തന്നെ ഇറക്കും. ഇപ്പോഴും വിജയമോഹിനി മില്ല് നട പേരിതാണ്. ഇവിടെ ഓട്ടം വിളിക്കുന്നവരൊക്കെ വിജയമോഹിനി മില്ലിൻ്റെ നട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പിന്നെ ഏത് ബസ്സിൽ കയറിയാലും വിജയമോഹിനി പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഇറക്കും. ഇപ്പം അത് പൂട്ടിക്കിടക്കുകയാണെങ്കിലും അതിൻ്റെ ലേബിളിലാണ് ബസ്സും യാത്രക്കാരെയൊക്കെ അറിയപ്പെടുന്നത്. ജംഗ്ഷൻ അറിയപ്പെടുന്നത് അങ്ങനെയാണ്. പണ്ട് 700 തൊഴിലാളികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ 35 വർഷം ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അന്ന് 700 പേർക്ക് കത്തിടപാട് നടത്തുന്നതെല്ലാം ഈ പോസ്റ്റ് പെട്ടിയിലായിരുന്നു നടത്തുന്നത്. അന്ന് വലുതായിട്ട് ഫോൺ പോലും ഇല്ലായിരുന്നു. ഇവിടെ മില്ലിനകത്ത് ഒരു ലാൻഡ് ഫോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഈ പോസ്റ്റ് പെട്ടിയിൽ വെച്ചായിരുന്നു ചെയ്തത്. വിജയമോഹിനി മില്ല് എന്ന് പറയുന്നത് എൻ്റെ വീട് ഇതിന് തൊട്ടടുത്താണ്. നമ്മുടെ ദിനചര്യ ക്രമീകരിച്ചുകൊണ്ടിരുന്നത് വിജയമോഹിനി മില്ലിൽ അന്നത്തെ കാലത്തെ ശകരം കേട്ടാണ്. വിജയമോഹിനി മില്ലിലെ തൊഴിലാളികൾ വരിയായി പോകുന്ന ഒരു ഇത് കണ്ടാണ് ഞങ്ങൾ കൊച്ചിലെ വളർന്നത്. ഇവിടെ ശമ്പളം കൊടുക്കുന്ന ദിവസം ഇവിടെ ഒരു ചെറിയ ഉത്സവത്തിൻ്റെ പ്രതീതി. അന്നത്തെ കാലത്ത് സകലവിധ കച്ചവടക്കാരും ബാക്കിയുള്ളവരും എല്ലാം ഈ മില്ലിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു കൂട്ടമായിരുന്നു. ബോണസ്, അഡ്വാൻസ് ഒക്കെ വാങ്ങുമ്പോൾ. താൽക്കാലികമായി പൂട്ടിയ പൊതുമേഖലാ സ്ഥാപനം പിന്നെ തുറന്നിട്ടില്ല. വരുമാനം നിലച്ചതോടെ തൊഴിലാളികൾ തളർന്നു. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി അവർ പല വഴി പിരിഞ്ഞു. ഇപ്പം നമ്മളിതാ ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോ വീട്ടിലും തൂത്തും തുടച്ചും ഇങ്ങനെയൊക്കെയുള്ള പണികൾ ചെയ്താണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് 2 പെൺകുട്ടികളാണ്. ആ കുട്ടികളെ പഠിപ്പിക്കണം, ബാക്കിയുള്ള ബാധ്യതകളുണ്ട്, ബാങ്ക് കടങ്ങളെല്ലാം കൂടെ കയറി നിൽക്കുകയാണ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥ. ഇന്ന് നിരവധി തൊഴിലാളികൾ തട്ടുകട നിർത്തിയും കടകളിൽ മീൻ വിൽപ്പിച്ചൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ഇന്ന് ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കണമെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികളുടെയും ട്രേഡ് യൂണിയൻ്റെയും മെയിൻ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.